Yo guys, welcome back to another brand new video. So നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഹയർ പ്രോബബിലിറ്റി ഓർഡർ ബ്ലോക്സ് ഫൈൻഡ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമുക്കറിയാം മാർക്കറ്റിൽ ഒരു ഓർഡർ ബ്ലോക്സ് ഫോം ചെയ്യൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ മാർക്കറ്റ് ഒരു സ്ട്രക്ചർ താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ ഫോം ചെയ്തിട്ടുള്ള ബൈ ക്യാൻഡിൽ അതായിരിക്കും എന്ത് ചെയ്യുക, ഓർഡർ ബ്ലോക്ക് ആയിട്ടുണ്ടാവും. സോ നമ്മൾ ഈ ഒരു റീജിയനിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ താഴോട്ടേക്ക് എന്ത് ചെയ്യും, ആ ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഓർഡർ ബ്ലോക്സ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്കായും കൂടുതൽ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിനേക്കാളും കൂടുതൽ പ്രോബബിലിറ്റി അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഓർഡർ ബ്ലോക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രക്ചർ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു വൺ സൈഡിൽ മാനിപ്പുലേഷൻ തന്നതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ബ്രേക്ക് ചെയ്യാണ്. സോ നമ്മൾ കാണാൻ പറ്റും ഹൈ ലോ ഹയർ ഹൈ ലോവർ ലോ. ഈ ഒരു ഫോർമേഷനിൽ മാർക്കറ്റ് എന്ത് ചെയ്യണേ, ഈ ഒരു ഫോർമേഷനിൽ മാർക്കറ്റ് ഒരു ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ ബ്ലോക്സ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി കൂടുതൽ പ്രോബബിൾ ആയിട്ടുള്ള സോൺ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഈ ഒരു ഫോം ചെയ്യുന്ന ഓർഡർ ബ്ലോക്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ്ലി എൻട്രി എടുക്കാനും അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കൂടുതൽ പ്രോബബിലിറ്റി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള ഒരു എക്സാമ്പിൾ ലിസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, സോ നമ്മളിവിടെ കാണാൻ പറ്റും, ഇവിടെ യൂറോ യൂസിറ്റിന്റെ ചാർട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ യൂറോ യൂസിറ്റി മാർക്കറ്റ് ഇവിടെ ഹയർ ഹൈ ഹയർ ലോ ഈ രീതിയിലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഈ ഒരു ഹൈ മാർക്കറ്റ് ജസ്റ്റ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ആ ബ്രേക്ക് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ മാർക്കറ്റ് താഴോട്ടേക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ സ്ട്രക്ചേഴ്സ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടല്ലോ ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഇയർ ബൈ ക്യാൻഡിൽ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹയർ പ്രോബബിലിറ്റി ഓർഡർ ബ്ലോക്ക് ആണ്. കാരണം മാർക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫോർമേഷൻ ആണ്. മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മാനിപ്പുലേഷൻ തന്നതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്തു. ഓക്കെ, സോ ഇത്തരത്തിൽ ഫോം ചെയ്യുന്ന ഓർഡർ ബ്ലോക്സ് മാർക്കറ്റ് എന്ത് ചെയ്യും, നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യാനും അതുപോലെ ഒരു മൂവ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അവിടുന്ന് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് റീപ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റിനെ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യാം. സോ നമ്മളിവിടെ കാണാൻ കഴിയും, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ഈ ഒരു ഹൈ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഒരു മേജർ ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും, മാർക്കറ്റ് ഹൈ ലോ ഹയർ ഹൈ ലോവർ ലോ ഈ ഒരു ഫോർമേഷനാണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫോർമേഷനാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് സീ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഷോർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഓർഡർ ബ്ലോക്കിന്റെ മേലായിട്ട് കീപ്പ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ലിക്വിഡിറ്റി പോയിന്റ് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ട്രേഡുകൾ എടുക്കുക. സോ ലെറ്റ്സ് സീ എങ്ങനെയാണ് മാർക്കറ്റ് അവിടെ നിന്ന് റിയാക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു സോണ് റിയാക്ട് ചെയ്ത സമയത്ത് നമുക്ക് കാണാൻ പറ്റും, മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ വളരെ ഷാർപ്പായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, മൂവ് ചെയ്ത് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ ബ്ലോക്സ് നോക്കുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യുക, ഇത്തരത്തിൽ മാനിപ്പുലേഷന്റെ ശേഷം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹൈ ലോ ഹയർ ഹൈ ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബിന് ശേഷം ഫോം ചെയ്തിട്ടുള്ള ഓർഡർ ബ്ലോക്സ് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാൻ നോക്കുക. അതായിരിക്കും പ്രോബബിലിറ്റി കൂടുതൽ. ഓക്കെ, അതുപോലെ ഒരു ഡിമാൻഡ് ഹയർ പ്രോബബിലിറ്റി ഡിമാൻഡ് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്യുക, ലോ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത ഫോർമേഷൻ ഇത്തരത്തിലുള്ള ഓർഡർ ബ്ലോക്സ് എന്ത് ചെയ്യാം, നമ്മൾ ഡിമാൻഡ് എടുക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യുക. അതായിരിക്കും എന്ത് ചെയ്യുക, മാർക്കറ്റ് കൂടുതലും റെസ്പെക്ട് ചെയ്യുക. ഓക്കെ, സോ എല്ലാവർക്കും ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതുപോലെ അതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനും താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, നമ്മളെ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ഫോം അതിലൊരു ഫോം കാണാൻ കഴിയും. ആ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.